വീടിൻ വിളക്കു വീട്ടമ്മ. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ സംഗീത പരിപാടിയായ മലയാളത്തിൻ്റെ ഉണർത്തുപാട്ടിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടമ്മയുടെ ശീർഷക ഗാനം പാടി മനോഹരമാക്കിയ ശ്രീമതി ലാലി ആർ പിള്ളയാണ് നമ്മോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ഈ വേദിയിലുള്ളത്. ചേച്ചിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചി പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ദിവസം യുവജനോത്സവ വേദികളിൽ കൂടി ശ്രദ്ധേയയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു. അതെ, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. അപ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് തന്നെയായിരുന്നു ഫസ്റ്റ് ആയിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 2 വർഷം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് സെക്കൻഡായി. പിന്നെ റെസിറ്റേഷന് 3 തവണ ഹാട്രിക് ആയിരുന്നു. അതെ, ഹാട്രിക് ആയിരുന്നു. പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിലും റെസിറ്റേഷന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ യുവജനോത്സവ വേദികളിൽ പാടിയ ഏതെങ്കിലും ഒരു ലളിതഗാനം പാടാം? തീർച്ചയായും. ഇത് ഡോക്ടർ ചേരാവള്ളി ശശി സാർ എഴുതി KPSC ചന്ദ്രശേഖരൻ സാറ് ഈണം പകർന്ന പാട്ടാണ്. കളിമൺ വിളക്കിൻ്റെ തിരിനീട്ടി ഞാനതിൽ കഥനങ്ങളൊന്നായി പകർന്നു. കളിമൺ വിളക്കിൻ്റെ തിരിനീട്ടി ഞാനതിൽ കഥനങ്ങളൊന്നായി പകർന്നു. കനകപ്രതീക്ഷതൻ കടവത്തു നിന്നു ഞാൻ കടലാസ് തോണിയിറങ്ങി. കനകപ്രതീക്ഷതൻ കടവത്തു നിന്നു ഞാൻ കടലാസ് തോണിയിറങ്ങി. ഒരു വിസ്മയം പോലെ ചെറുകാറ്റതെങ്ങോ ഒഴുക്കി
തേൻകനിയൊന്നിനി കായ്ക്കുകില്ലേ തളിരിട്ട കൽക്കണ്ട മാന്തോപ്പിലെൻ്റെ തേൻകനിയൊന്നിനി കായ്ക്കുകില്ലേ അകലത്തൊരിടയൻ്റെ മുരളീരവശ്രുതി ഹൃദയം നിറച്ചിടുകില്ലേ അകലത്തൊരിടയൻ്റെ മുരളീരവശ്രുതി ഹൃദയം നിറച്ചിടുകില്ലേ എൻ്റെ ഹൃദയം കളിമൺവിളക്കിൻ്റെ തിരിനീട്ടി ഞാനതിൽ കഥനങ്ങളൊന്നായി പകർന്നു തെളിനാളമായി നിന്നെരിഞ്ഞു തിരുമ്പോൾ അനുരാഗ സ്വപ്നം വിടർന്നു എന്നിലനുരാഗ സ്വപ്നം വിടർന്നു. ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് അല്ലേ? ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും ആ വേദികളൊക്കെ, യുവജനോത്സവ വേദികളൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദ്യോഗത്തിൻ്റെ തിരക്ക് കുട്ടികളെ പഠിപ്പിക്കും, അത് ഫിസിക്സ് ആണെന്ന് പറഞ്ഞു. അത് ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നുണ്ടോ? സംഗീതക്കേടായിട്ട് തോന്നുന്നില്ല, എങ്കിലും നേരത്തെ അത്രയും ഒരു സമയം കിട്ടാറില്ല. ഇല്ല, പാട്ടുകൾ പഠിക്കാനാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും. ഇപ്പോൾ വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരെയാണ് സ്കൂള്, 50 കിലോമീറ്ററോളം ദൂരെയാണ്. യാത്രയ്ക്ക് കുറേ സമയം പോകും. മുടി സംരക്ഷണം എന്നുള്ളത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയായി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും അകാല നര അല്ലെങ്കിൽ മുടി വിണ്ടുകീറൽ, ചെമ്പിച്ചു പോൽ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പൊതുവെ എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്നതാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കുള്ള ഒക്കെയുള്ള വളരെ പെട്ടെന്നുള്ള ഒരു റെമഡിയാണ് പലരും തേടിപ്പോകാറുള്ളത്. അങ്ങനെയാണ് പലരും ബ്യൂട്ടി പാർലറുകളിൽ എത്തിപ്പെടുന്നത്. ഡൈ ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഹെന്ന ചെയ്യുന്നതിനെ പറ്റി, കളർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ, അങ്ങനെ മോഡേൺ ആവുന്നതിനെ പറ്റിയൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ തുടങ്ങി വെച്ച ചെറിയ ചെറിയ രീതികൾ, താളി ഉപയോഗിക്കുന്നതിലൂടെ, അതായത് കൈതോന്നിയും അതുപോലെയുള്ള നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെയുള്ള നീലാമരി പോലെയുള്ള ചെടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് താളി ഉണ്ടാക്കുകയും എണ്ണ കാച്ചുന്നതും അത് എല്ലാ ദിവസവും തലയിൽ തേക്കുന്നതിലൂടെ മുടിയുടെ കറുപ്പ് നിറം സംരക്ഷിക്കാനും കൂടുതൽ തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമാക്കി തീർക്കുവാനുള്ള വഴികളൊക്കെ മുത്തശ്ശിമാർ എന്നേ പറഞ്ഞു വെച്ചതാണ്. ഇന്നൊക്കെ അത് സമയമെടുക്കും എന്നുള്ള പേരിലാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കുന്നത്. ഏതായാലും നാട്ടുവൈദ്യത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം ഇതുതന്നെയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളെ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയുക, നമ്മുടെ ഉപയോഗത്തിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, നമ്മുടെ സൗന്ദര്യത്തിനായി ഒക്കെ ഉപയോഗിക്കാൻ കഴിയുക ഏറ്റവും വലിയൊരു ഗുണം തന്നെയാണ്. നമുക്ക് നീലാമരിയെപ്പറ്റി ഇനി വിശദമായി അറിയാം നാട്ടുവൈദ്യത്തിലൂടെ. ഇന്ന് വീട്ടമ്മമാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഔഷധമായ ഒരു പച്ച ചെടിയാണ് നീലാമരി. പലരും നീലാമരിയെക്കുറിച്ച് കേട്ട് കാണും, പക്ഷേ നീലാമരി എല്ലായിടത്തും കാണാറില്ല. ഇത് നമ്മുടെ ആയുർവേദത്തിൽ വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. കൂടാതെ സ്ത്രീകൾക്ക് ഈ മുടി നരച്ചു പോവുക, മുടിക്ക് കളറില്ലാതിരിക്കുക,
തുടങ്ങിയ കാര്യങ്ങൾക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് നീലാമരി. ഈ നീലാമരി ചേർത്ത് നെല്ലിക്ക, നീലാമരി, ഉഴിഞ്ഞ ഇവ ചേർത്ത് നമുക്ക് തലയിൽ എണ്ണ കാച്ചി തേക്കാവുന്നതാണ്. പക്ഷേ നീലാമരി ചേർത്ത് എണ്ണ കാച്ചി തേച്ചാൽ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനും മുടിക്ക് നല്ല കളറുണ്ടാകാനും കഴിയുന്ന ഒരു ചെടിയാണ് നീലാമരി. അതേപോലെ തന്നെയാണ് നീലാമരി ഈ വിഷസംബന്ധമായ കാര്യങ്ങൾക്ക് ഈ നീലാമരിയുടെ വേര് ഇപ്പോൾ ഏതെങ്കിലും പടുതാരി കടിച്ചോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള വിഷസംബന്ധമായ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ കടിച്ചാൽ കയ്യോടെ നീലമരിയുടെ വേര് അരച്ച് ആ മുറിവ് ഉള്ള ഭാഗങ്ങളിലും നീരുള്ള ഭാഗങ്ങളിലും പുരട്ടിയാൽ വിഷസംബന്ധമായ നീര്, വിഷസംബന്ധമായ ചൊറിച്ചിൽ മാറ്റാൻ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നീലമരി. ഈ നീലമരി ആയുർവേദ വൈദ്യശാസ്ത്രത്തിൽ ഈ നീലഭൃങ്ങാതി എണ്ണ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുന്നൊരു പ്രധാന ഘടകമാണ് നീലമരിയും നെല്ലിക്കയും. നെല്ലിക്ക എന്ന് പറയുമ്പോൾ തലയ്ക്ക് നല്ല തണുപ്പുണ്ടാക്കുന്നു. നീലമരി മുടികളിൽ വരുന്നതായ കറുത്ത കളർ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു പ്രധാന ഘടകമാണ് നീലമരി. പക്ഷേ നീലമരി ചേർത്ത് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നീലമരി, നെല്ലിക്ക, ഉഴിഞ്ഞ, കറ്റാഴിപ്പോള ഇവ സമം ചേർത്ത് നാഴി എണ്ണ നമ്മൾ കാച്ചുമ്പോൾ നാഴി നീര് വേണം ഇതിനുപയോഗിക്കേണ്ടത്. അതിൽ പാത്രഭാഗമായിട്ട് മുടിക്ക് കളറ് കിട്ടാൻ പറ്റുന്ന പണ്ട് കാലത്ത് നമ്മൾ ഈ സുറുമ പോലെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് അഞ്ഞണക്കല്ല്. ഈ അഞ്ഞണക്കല്ല് പാത്രഭാഗമായി ചേർത്ത് തലയിൽ എണ്ണ കാച്ചി തേച്ചാൽ മുടി തഴച്ചു വളരുവാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് നീലമരി. നമ്മൾ ഈ നീലാമരി എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് രീതിയിലുണ്ട്. നമ്മുടെ ഈ കടപ്പുറ ഏരിയകളിൽ കിടക്കുന്നത് അത് നീലാമരിയല്ല, അത് പൂല എന്ന് പറയും. അത് ഇതുപോലെ ഇതിൽ കണ്ടോ, നീലാമരി കണ്ടോ, കംപ്ലീറ്റ് നീല കളറായിരിക്കും. ഇലയ്ക്കും ആ തണ്ടുകൾക്ക് നീല കളറുണ്ടായിരിക്കും. ഇതിൽ ചെറിയ ഇതുപോലത്തെ കാകളുണ്ടായിരിക്കും. മറ്റേ ഈ പൂല എന്ന് പറഞ്ഞ ചെടിക്ക് ഈ കായ ഉണ്ടായില്ല, അത് വെളുത്തിരിക്കും. പക്ഷേ അത് നീലാമരി എന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിച്ച് കളയരുത്, അത് ദോഷം ചെയ്യുന്നതാണ്. ഒറിജിനൽ നീലാമരി നമ്മൾ നോക്കിയെടുക്കുമ്പോൾ ഇതുപോലെ തഴച്ചു വളർന്ന് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലും പരിസരത്തും കണ്ടിരുന്നതാണ് നീലാമരി. ഇതിന് പൂവുണ്ടായിരിക്കും, ഇതിന് കായുണ്ടായിരിക്കും. ഇത് തലയിൽ എണ്ണ കാച്ചി തേക്കുവാൻ വളരെ ഔഷധവീര്യമുള്ള ആയുർവേദത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. മുടിക്ക് കളർ കിട്ടുവാൻ, മുടി വളരുവാൻ, മുടി തഴച്ചു വളരുവാൻ ഉള്ള ഒരു നല്ല മരുന്നാണ് നീലാമരി.